ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ ഇംപ്ലാന്റേഷൻ വരെ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റേഷൻ പീരീഡാണ്. നമ്മുടെ മദറിൻ്റെ വയറ്റിൽ അല്ലേ നമ്മുടെ ബോഡി കിടക്കുന്ന ഒരു ബേബി കിടക്കുന്ന കാലയളവിനെയാണ് നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയാം. ദ ഡ്യൂറേഷൻ ഫ്രം ദ കൺസെപ്ഷൻ ടിൽ ദ ബർത്ത് ഓഫ് ദി ബേബി ഈസ് കോൾഡ് ജസ്റ്റേഷൻ പീരീഡ്. അത് 272 to 80 ഡേയ്സ് വരെയാണ് ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലയളവിൽ നമ്മുടെ ബേബിയിൽ ഉണ്ടാകുന്ന കുറച്ച് ഡെവലപ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ട്രൈമിസ്റ്റർ, സെക്കൻഡ് ട്രൈമിസ്റ്റർ, അതേപോലെ തേർഡ് ട്രൈമിസ്റ്റർ. ഫസ്റ്റ് ട്രൈമിസ്റ്റർ എന്ന് പറഞ്ഞാൽ 1 to 3 വരെയുള്ള മന്താണ്. അതേപോലെ സെക്കൻഡ് ട്രൈമിസ്റ്റർ എന്ന് പറഞ്ഞാൽ 4 to 6 വരെയുള്ള മന്താണ്. തേർഡ് ട്രൈമിസ്റ്റർ എന്ന് പറഞ്ഞാൽ 7 to 9 months വരെയുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ ഹാർട്ട് ബീറ്റ് ആരംഭിക്കുന്നു. അതേപോലെ തന്നെ ലിംസും ടോയ്സും ഫിംഗേഴ്സൊക്കെ വരുന്നു. അതേപോലെ സെക്സ് ഓർഗൻസൊക്കെ ഫോം ചെയ്യുന്നു. സെക്കൻഡ് ട്രൈമിസ്റ്ററിലാണ് ഹെയേഴ്സിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുക. അതേപോലെ ഹെഡിലും അതേപോലെ ബോഡിയിലൊക്കെ ഹെയേഴ്സ് ഉണ്ടാകുന്നു. അതേപോലെ ഫീറ്റസ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ഐലിഡ്സും ഐലാഷസും കൺപോളകളും കൺപീലികളൊക്കെ ഉണ്ടാവാൻ തുടങ്ങുന്നത് സെക്കൻഡ് ട്രൈമിസ്റ്ററിലാണ്. തേർഡ് ട്രൈമിസ്റ്ററിലാണ് കംപ്ലീറ്റ്ലി ലങ്സിൻ്റെ ഗ്രോത്തും ഒരു ബേബി കംപ്ലീറ്റ് പൂർണ്ണ വളർച്ച എത്തുന്നത് തേർഡ് ട്രൈമിസ്റ്ററിലാണ്. ബോഡി സൈസും ബോഡി വെയ്റ്റൊക്കെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബേബിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ഓക്സിജനൊക്കെ എങ്ങനെയാണ് ബേബിയിലേക്ക് എത്തുന്നത്? അത് നമുക്കറിയാം. നമ്മുടെ ബേബിയിലേക്ക് നേരിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റില്ല. നമ്മുടെ മദർ എന്ത് ചെയ്യാണ്, മദറിലൂടെയാണ് ബേബിയിലേക്ക് എത്തുക അല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ യൂട്രിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്ലാസൻഡ, അംബ്ലിക്കൽ കോഡ്, എംനിയോട്ടിക് മെംബ്രെയിന്, എംനിയോട്ടിക് ഫ്ലൂയിഡ്. പ്ലാസൻഡ എന്ന് പറഞ്ഞാൽ എ ടെമ്പററി സ്ട്രക്ചർ ഫോംഡ് ആഫ്റ്റർ ദി ബ്ലാസ്റ്റോസിസ് അതേഴ്സ് ടു ദി യൂട്രിൻ വാൾ. യൂട്രിൻ വാളിൽ ഉള്ള ഒരു താൽക്കാലിക സംവിധാനം എന്ന് പറയുന്നതാണ് എന്ത്, പ്ലാസൻഡ എന്ന് പറയുന്നത്. ഈ പ്ലാസൻഡ എന്ന് പറയുന്നത് നമ്മുടെ ബേബിയുടെ ടിഷ്യൂസും അതേപോലെ യൂട്രിൻ ടിഷ്യൂസും കൂടി ചേർന്നിട്ട് ഉണ്ടായിട്ടുള്ള താൽക്കാലിക സ്ട്രക്ചറാണ്. ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ളതാണ് അംബ്ലിക്കൽ കോഡ്. അപ്പോൾ ഈ അംബ്ലിക്കൽ കോഡ് വഴിയാണ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് റീച്ച് ദ ബോഡി ഓഫ് ദി ഫീറ്റസ് ആൻഡ് വേസ്റ്റ് ആർ റിമൂവ്ഡ് ത്രൂ ദി കോഡ്. അതായത് ബേബിയിലേക്ക് ഓക്സിജനും ന്യൂട്രിയനും എത്തുന്നതും തിരിച്ച് വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്നതും അംബ്ലിക്കൽ കോഡ് വഴിയാണ്. അപ്പോൾ ഈ ഒരു സഞ്ചി പോലുള്ളൊരു ആവരണം നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ആംനിയോൺ എന്ന് വിളിക്കുക. ഈ ആംനിയോൺ എന്ന് പറഞ്ഞാൽ ദ മെംബ്രെയിൻ ഫോംഡ് ഫ്രം എംബ്രിയോണിക് സെൽസ് ഡ്യൂറിങ് ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. അതായത് ബേബിയുടെ പൂർണ്ണ വളർച്ചയ്ക്ക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആംനിയോട്ടിക്കിലാണ് ബേബിയുടെ പിന്നെ പൂർണ്ണ വളർച്ച എന്ന് പറയുന്നത്. ആ ഒരു ആവരണത്തിനെയാണ് നമ്മൾ ആംനിയോൺ എന്ന് പറയുക. ഈ ആംനിയോണിനകത്ത് ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുണ്ടാവും. ഫൗണ്ട് വിത്തിൻ ദ മെംബ്രെയിൻ കോൾഡ് ആംനിയോൺ പ്രിവെൻറ്റ്സ് ദ ഡീഹൈഡ്രേഷൻ ഫീറ്റസ് ആൻഡ് പ്രൊട്ടക്ട് എക്സ്റ്റേണൽ ഷോക്ക്. അതായത് ഈ ആംനിയോണിനകത്തുള്ള ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഉള്ളത് കൊണ്ട് തന്നെ എക്സ്റ്റേണൽ ഷോക്കിൽ നിന്നും അതേപോലെ തന്നെ ഡീഹൈഡ്രേഷനും എന്ത് ചെയ്യും, ബേബിയെ ഫീറ്റസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെയുള്ളത് പ്രഗ്നൻസി സമയത്ത് സാധാരണ നോർമൽ പോലെയല്ല നമ്മുടെ മദേഴ്സിൻ്റെ ബോഡി എന്ന് പറയുന്നത് അല്ലേ. എപ്പോഴും നമുക്കറിയാം ഒരുപാട് ചേഞ്ചസുകൾ വരും ഫീറ്റസിന്. അതേപോലെ തന്നെ മദേഴ്സിനും ഒരുപാട് ചേഞ്ചസുകൾ വരും. ദീസ് ചേഞ്ചസ് ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് ദി ഹോർമോൺസ്. അതായത് ഇത് നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല, ഒരുപാട് ഹോർമോൺ ചേഞ്ചസുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ചേഞ്ചസുകൾ വരുന്നത് അല്ലേ. ബോഡി വെയ്റ്റ് ഒക്കെ കൂടുന്നു. അതേപോലെ യൂട്രസിൻ്റെ വാളിനൊക്കെ തിക്നെസ് ഉണ്ടാകുന്നു. അതേപോലെ മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അതേപോലെ മൂഡ് സ്വിങ്സ് ഉണ്ടാകും അല്ലെ, ഇമോഷണൽ ഉണ്ടാകും. നമുക്ക് ചില സമയത്ത് ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും, ചില സമയത്ത് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ദേഷ്യമൊക്കെ ഉണ്ടാവും അല്ലേ, ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവും പല കാര്യത്തിലും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ പ്രഗ്നൻസി ടൈമിൽ വരുന്ന ചില ചേഞ്ചസുകളാണ്. വോമിറ്റിംഗ്, നോസിയ, ഫാറ്റിക്, ജസ്റ്റേഷണൽ ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ, ഡിപ്രഷൻ, ഇതൊക്കെ ഉണ്ടാവും അല്ലേ. അതായത് നോർമലി നമുക്കൊരു ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൂടാതെ ഈ ഒരു ടൈമിൽ പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷറും ഷുഗറൊക്കെ ഇൻക്രീസ് ചെയ്യും. ഇനി ആൻറ്റേണൽ കെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്തിൻ്റെയും അതേപോലെ ഫിസിക്കൽ ഹെൽത്തിൻ്റെയൊക്കെ കാര്യം ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് കെയേഴ്സ് ആവശ്യമാണ് അല്ലേ. ഹെൽത്ത് ഡയറ്റ്, എക്സസൈസ്, ഹൈഡ്രേഷൻ, മെഡിക്കേഷൻ, അതേപോലെ പ്രോപ്പർ മെൻ്റൽ ഹെൽത്ത്. ഈ ഒരു സമയത്താണ് നമുക്ക് അത്രയും സപ്പോർട്ടും ഹെൽത്ത് മെൻ്റലി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു ടൈമാണ് ഈ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് പ്രോട്ടീനും കാൽസ്യം, ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതും അതേപോലെ അയണൊക്കെയാണ് നമ്മുടെ ബോഡിയിലേക്ക് എത്തേണ്ടത്. അപ്പോൾ നമുക്കറിയാം
നമ്മളെ ഡോക്ടേഴ്സ് എപ്പോഴും അയേൺ, ഫോളിക് ആസിഡ്, കാൽസ്യം ആൻഡ് വൈറ്റമിൻ ഡി ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഗുളികകളൊക്കെ നമുക്ക് തരാറുണ്ട്, മെഡിസിൻസൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ലീഫി വെജിറ്റബിൾസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈമാണിത്. ഈ ഒരു സമയത്ത് ഫൈബർ റിച്ച് അടങ്ങിയ ഫുഡ് കഴിച്ചാൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ്ലി ഒരു ഡൈജഷൻ തന്നെ നടക്കുകയുള്ളൂ. അതേപോലെ തന്നെ പരമാവധി ഷുഗറിൻ്റെയും ഫാറ്റിൻ്റെയും സാൾട്ടിൻ്റെയും ഉപയോഗം കുറക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നടക്കേണ്ടത്. അപ്പോൾ ഫുഡ് ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡും കൊടുത്തിട്ടുണ്ട്, ഫുഡ് ഐറ്റംസ് ടു ബി റെഗുലേറ്റഡ്, ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് റെഗുലേറ്റ് ചെയ്യേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഹെൽത്തി ഫാറ്റ്, ഫൈബേഴ്സൊക്കെ അടങ്ങിയത് ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ ഷുഗറും സാൾട്ടും കൊളസ്ട്രോളൊക്കെ കുറക്കേണ്ട, റെഗുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസാണ് നമ്മൾ കഴിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ആൽക്കഹോളിസം പറയുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ പ്രഗ്നൻസി ആണെങ്കിലും അല്ലെങ്കിലും ഉപയോഗിക്കാൻ പറ്റാത്തതാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഡ്രഗ്സ്, സ്മോക്കിംഗ് ഒക്കെ എന്ത് ചെയ്യും, നമുക്കൊരുപാട് ഡിസോർഡേഴ്സ് ഉണ്ടാവും. അതായത് മെൻസ്ട്രേഷൻ ഉണ്ടാവും, മെൻസ്ട്രേഷൻ അതേപോലെ സ്പേമിൻ്റെ പ്രൊഡക്ഷനൊക്കെ നന്നായിട്ട് കുറയും ഈ ഒരു ആൽക്കഹോളും അതേപോലെ സ്മോക്കിംഗ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ. അതായത് സ്പേമിൻ്റെ ആ ഒരു സഞ്ചാര വേഗത തന്നെ കുറയും, മോട്ടിലിറ്റി ഇല്ലാണ്ടാവും. അതേപോലെ തന്നെ പ്രഗ്നൻസി സമയത്താണെങ്കിൽ ആ ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന്, ഗ്രോത്തിന്, അതായത് ഫീറ്റസിൻ്റെ ഗ്രോത്തിന് തന്നെ എന്താണ് വളർച്ച തന്നെ ഇല്ലാണ്ടാവും പറയുന്നത്. അതായത് പല പല ഇടങ്ങാറുകൾ വരും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ചെക്കപ്പ് നടത്തുന്നുണ്ട് അല്ലേ, എല്ലാ പ്രഗ്നൻ്റായ ടൈമിലും നമ്മൾ ഒരുപാട് ചെക്കപ്പുകൾ നടത്തുന്നുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ചെക്കപ്പിലൂടെയാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഒരുപാട് ചെക്കപ്പിൽ പെട്ടതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ, ബ്ലഡ് യൂറിൻ ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാൻ, വാക്സിനേഷനൊക്കെ. നമുക്കറിയാം ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുമ്പോഴും പ്രഷർ നോക്കും, വെയിറ്റ് നോക്കും, ഹൈറ്റ് നോക്കും, കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കും. അതേപോലെ തന്നെ വെയിറ്റ് 2 kg ഒരു മന്തും കൂടുന്നുണ്ടോ നോക്കും. അതേപോലെ ബ്ലഡും യൂറിനും ടെസ്റ്റ്, ഒരുപാട് ടെസ്റ്റുകൾ, ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കും. അതേപോലെ തൈറോയിഡ് ടെസ്റ്റ് ഉണ്ടാവും, യൂറിനറിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവും നോക്കും, HIV ഇൻഫെക്ഷൻ ഉണ്ടാവും നോക്കും, അനീമിയ, ഡയബറ്റീസ് ഉണ്ടാവും, മലേറിയ, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ നടത്തും. ഓക്കെ, അതേപോലെ തന്നെയാണ് അൾട്രാസൗണ്ട് സ്കാന്. ഏകദേശം 3 സ്കാനുകൾ നമുക്കുണ്ടാവും. അതെന്താണ്, കുട്ടിയുടെ പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ ഫീറ്റസിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടും, ഇനി എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ, എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് കറക്റ്റ് വാക്സിനേഷൻ ഉണ്ടാവും, TT അല്ല, ഇൻഫെക്ഷൻസിനൊക്കെ സർട്ടൻ വാക്സിൻസ് ആർ ഗിവൺ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദി മദർ ആൻഡ് ഫീറ്റസ്, വേരിയസ് ടൈപ്സ് ഓഫ് ഇൻഫെക്ഷൻസ്, റൂബെല്ല വാക്സിൻ എടുക്കുന്നുണ്ട്, അതുപോലെ TT ഇതൊക്കെ ആ ഒരു ടൈമിൽ ഉണ്ടാവും. ഇനി ടു ഐഡൻറ്റിഫൈ ജനറ്റിക് ഡിസോർഡേഴ്സ്, അതല്ലാതെ ജനിതകപരമായിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാവും ചില കുട്ടികൾക്കൊക്കെ. അപ്പോൾ അതിന് നമുക്ക് കറക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള 2 ടെസ്റ്റാണ്